പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം പ്രവർത്തനോന്മുഖമായിട്ടുള്ള കാലയളവായാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും യാതൊരു രീതിയിലുള്ള മുടക്കവും കൂടാതെ തന്നെ നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. ലാഭം പ്രതീക്ഷിക്കാതെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ പ്രീതിയും സ്നേഹവും പിടിച്ചുപറ്റാനാകുന്നതാണ്. പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുന്നതാണ്. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം ധനനഷ്ടമുണ്ടാകാനിടയുള്ളതിനാൽ കുറച്ച് ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ പലവിധ ആരോപണങ്ങൾക്കും വിധേയരാകുമെങ്കിലും അതിനെയെല്ലാം സമർത്ഥമായി തരണം ചെയ്യാനുള്ള ആർജവം ഉണ്ടായിരിക്കുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ ഈ കാലയളവ് വളരെയധികം സഹായകരമാണ്. കുടുംബസ്വത്ത് കൈവന്നു ചേരുവാനും ദീർഘദൂര യാത്രകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കുവാനും ഇടയാകുന്നതാണ്. വിദേശത്ത് പഠിക്കുവാനോ തൊഴിലിനായോ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അകാരണമായ തടസ്സം പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിച്ച് കുടുംബജീവിതത്തിൽ പലവിധ കലഹങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേക ജാഗ്രത ഉണ്ടായിരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്നതാണ്. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം മേൽഗതി ഉണ്ടാകുന്നതാണ്. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി കുറുക്ക് വഴികളോ ഊഹക്കച്ചവടങ്ങളിലേക്കോ ഇറങ്ങിത്തിരിക്കരുത്. പ്രണയ സാഫല്യത്തിനുള്ള അവസരം കൈവരുന്നതാണ്. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്കും വിവാഹം വൈകിയവർക്കും ആഗ്രഹ സാഫല്യത്തിനുള്ള അവസരം കൈവരുന്നതാണ്. നിങ്ങളോട് ശത്രുത പുലർത്തിയിരുന്ന ചില വ്യക്തികളുടെ തകർച്ച നേരിൽ കാണാൻ അവസരം വന്നു ചേരുന്നതാണ്. ഉത്തരവാദിത്തപൂർണമായ ജീവിത രീതിയിലേക്ക് വഴിമാറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ 2025 വർഷത്തെ വാർഷിക ഫലം. ഇതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ഭഗവാന് പാൽപായസം നിവേദിക്കാവുന്നതാണ്. ഇതോടൊപ്പം ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ കൂടി കഴിപ്പിക്കുന്നത് ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.